എന്നാലും ആ കുട്ടി അതിനെന്താടാ അങ്ങനെയൊക്കെ തോന്നാൻ? ഞാൻ ആ രീതിയിലൊന്നും പെരുമാറിയിട്ടില്ല അതിനോട്. എന്റെ മഹേട്ടാ, ഈ പെണ്ണുങ്ങളെ മനസ്സെന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരെ പോലെയാ. എപ്പ വേണേലും എങ്ങോട്ട് വേണേലും കാലുമാറാം. ഒക്കത്തിനും കാരണം നീയാ. ആവശ്യമില്ലാത്ത കെണിയൊക്കെ ആ ഭാമയെ പറഞ്ഞു പിടിപ്പിച്ച് അതറിഞ്ഞ് ആ കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. ആഹാ, മൂപ്പിലമ്മയ്ക്ക് കുശുമ്പ് കാരണം കാണാൻ നല്ല രസാണ്, നമുക്കൊന്ന് മൂപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാം കൂടി എന്റെ തലയിൽ മറക്കില്ലേ? ആകെ ചളവായി. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എന്ത് കരുതിയിട്ടുണ്ടാവുമോ? എങ്കിലും അവൾക്ക് എന്നെ മനസ്സിലായില്ലോടാ. എടാ, ഞാൻ കെട്ടാൻ പോണ പെണ്ണല്ലേ അവള്. കുട്ടിക്കാലം തൊട്ട് അറിയണതല്ലേ എന്നെ. എനിക്ക് അവളോട് സ്നേഹമില്ലെന്ന് കരുതണ്ടോ നീ? പിന്നെ അത് പ്രകടിപ്പിക്കുന്നത് വെറുതെ ചുണ്ടി പിടിപ്പിച്ചും പോത്തേന്ന് വിളിച്ചാണെന്ന് മാത്രം. എനിക്കങ്ങനെ പറ്റൂ. മഹേട്ടൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഇപ്പോഴത്തെ ചൂടൊന്ന് ഇറങ്ങിയാ ബാമേച്ചി തിരിച്ചു വരും. ഓന്തോടി എവിടെ വരെ ഓടും ചേട്ടാ, വേലി വരെ. മഹേട്ടനെ കാണാതെ ബാമേച്ചിക്ക് ഉറങ്ങാൻ പറ്റോ? ഈ ടെൻഷൻ അവിടെയും കാണില്ലേ? ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോട്ടെ. ഇനി ഞാനിവിടെ നിൽക്കണില്ല. ഓഹോ, ഈയാക്കും പോണോ? എങ്ങോട്ട് പോണേ രാത്രിയില്? നേരം വെളുത്തിട്ട്. എങ്ങോട്ട്? എനിക്കറിയില്ല. ഞാൻ കാരണമല്ല ചേച്ചി പോയത്. ഒക്കെ എന്റെ ബുദ്ധിയില്ലായ്മയാ. നേരിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു മഹേട്ടനോട്. പറയണമെന്ന് വിചാരിച്ചതാ, പേടിച്ചിട്ടാ. ബാമേച്ചി തെറ്റിദ്ധരിച്ചതുപോലെ ഒന്നുമില്ല. മഹേട്ടനെ പറ്റി ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെ വിചാരിച്ച ഒരു ദൈവം പൊറുക്കൂല എന്നോട്. പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ എഴുതിയത്? ഒരു കത്ത് പോസ്റ്റ് ചെയ്യാൻ ഞാനിന്ന് ലക്ഷ്മണേട്ടന്റെ കൈ തന്നില്ലേ, അതിന് മറുപടി കണ്ടില്ല. കത്ത് അവിടെ കിട്ടിയില്ലെങ്കിൽ എന്നെ പറ്റി വിവരമൊന്നും അറിയാതെ കിച്ചാമണി വിഷമിക്കുന്നുണ്ടാവും. കിച്ചാമണി? അതാരാ? കൃഷ്ണൻ. ഇത്രയും ദിവസം മഹേട്ടനോടും മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ കൃഷ്ണനെ പറ്റി പറഞ്ഞില്ല. പിന്നെ തോന്നി ഒക്കെ എഴുതി മഹേട്ടന് കയ്യിൽ തന്നാലോന്ന്. അത് ഇത്രയും പ്രശ്നമാവെന്ന് കരുതിയില്ല ഞാൻ. മോളുടെ ആരായി കൃഷ്ണൻ? കിച്ചാമണി? അത് പറ. ഞങ്ങളുടെ നാട്ടിലുള്ളതാ, വീടിനടുത്ത്. അപ്പൂപ്പന്റെ ഒപ്പം പണ്ട് കടം വായിച്ചിരുന്ന ഗണേശയ്യരുടെ മോനാ. അപ്പൂപ്പന് എനിക്കും വലിയ സഹായിയായിരുന്നു. വലിയ ഇഷ്ടമായിരുന്നു അപ്പൂപ്പന്. ഞങ്ങളുടെ കല്യാണം നടന്നു കാണണമെന്ന് അപ്പൂപ്പന് മോഹം ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ കിച്ചാമണി ഇപ്പൊ എവിടെ? ആ സുബ്രഹ്മണ്യം ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കാൻ ചെല്ലും കിച്ചന്റെ അടുത്ത്, എന്റെ പേരും പറഞ്ഞ്. സഹിക്കാണ്ടായപ്പോ ഒരു ദിവസം അപ്പൂപ്പനെ എങ്ങോട്ടെങ്കിലും പോയിക്കോളാൻ പറഞ്ഞത്. കോയമ്പത്തൂരിൽ ഏതോ മില്ലിൽ ജോലി കിട്ടിയെന്നും പറഞ്ഞ് ഒരു കത്ത് വന്നു. പിന്നെ ഒന്നും അറിയില്ല. ഒരു കൊടുങ്കാറ്റ് അടിച്ചു തീർന്ന പോലെ ഉണ്ടല്ലോ മഹേട്ടാ. നിന്നെ ഞാനിപ്പോ എന്താ വേണ്ടേ? ഒരൊറ്റ വീക്ക് വെച്ച് തന്നുണ്ടല്ലോ, കത്തെഴുത്തും പ്രേമവും. പോയി കിടന്നുറങ്ങ്, പോയി കിടന്നുറങ്ങടേ. പോയിക്കോ. ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് നീങ്ങിക്ക. എന്നാലും ഈ കാന്താരി നമ്മളെയൊക്കെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. മഹി, നീ പോയി ബാമയോട് വിവരം പറഞ്ഞു കൂട്ടിയിട്ട് വരിക. അവളെ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ടാവും. വേണ്ട, എന്നെ വിശ്വാസമില്ലാണ്ട് ഇറങ്ങിപ്പോയതല്ലേ, തനിയെ അറിഞ്ഞു വരട്ടെ. ഞാൻ പോയി വിളിക്കാം. ഞാൻ വിളിച്ച വരും ബാമേച്ചി. ചെന്ന് വിളിക്കുന്നതിനൊക്കെ നല്ലത് നമുക്ക് ഒരു കത്തോടെ എഴുതാം. പ്രിയപ്പെട്ട ഭാമേച്ചിക്ക്, എനിക്ക് എന്റെ ജീവിതത്തെ പറ്റി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതെങ്ങനെ തുടങ്ങണം, എങ്ങനെ എഴുതണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരൊറ്റ അലക്ക് വെച്ചെന്നുണ്ടല്ലോ കത്തെഴുത്തുകാരി. നീയെ വേണിയും കൂട്ടി പോയിട്ട് വരിക. അവളുടെ പിണക്കം മാറട്ടെ ആദ്യം. വേണ്ട, ന്യൂസ് ഇപ്പൊ അവൾ അറിഞ്ഞിട്ടുണ്ടാവും. ലക്ഷ്മണൻ അങ്ങോട്ടല്ലേ പോയിരിക്കണത്. അല്ല മഹി, ഈ കിച്ചാമണിയെ നമുക്കൊന്ന് കാണണ്ടേ, ഇവളുടെ ശ്രീകൃഷ്ണനെ? പിന്നെ കാണണ്ടേ. അതിപ്പോ എങ്ങനെയാ, നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോയാലോ? അല്ലെങ്കിൽ വേണ്ട, നീ ഒന്ന് അവിടം വരെ പോയി കയ്യോടെ കൂട്ടിക്കൊണ്ടുവരാ. അഡ്രസ് ഉണ്ടല്ലോ കുട്ടിയുടെ കയ്യില്. പോവാ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. എന്താ മഹേട്ടാ, PPB MBB ആയിണ്ട് കേട്ടോ. എന്ത്? പിണങ്ങി പോയ ബാമേച്ചി മടങ്ങി വന്ന ബാമേച്ചി ആയിണ്ടെന്ന്.
നിക്ക് അകത്തോട്ട് കയറാൻ വരട്ടെ. ഇനി ഇവളെവിടെ കയറ്റണോ വേണ്ടോ നമുക്കൊന്നും തീരുമാനിക്കണ്ടടാ. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നമ്മൾ ആണുങ്ങൾക്ക് എന്താ ഒരു വില? കിലോ 12 രൂപന്നേ. നീ പോടാ. പണ്ട് ലങ്കയിൽ നിന്ന് സീത തിരിച്ചു വന്നപ്പോ ശ്രീരാമൻ എന്താ ചെയ്ത്? നേരിട്ട് വിളിച്ച് പരക്കാത്തേക്ക് കയറ്റുമായിരുന്നു. അതൊക്കെ പോട്ടെ, ദുഷ്യന്തൻ എന്താ ചെയ്തേ? ദുഷ്യന്തൻ എന്താ ചെയ്ത്? ദുഷ്യന്തൻ എന്താ ചെയ്തെന്ന് എനിക്കറിയുന്ന ഞാനിവിടെ മുഴുവൻ വിളിച്ചു പറഞ്ഞല്ലേ. ഇറങ്ങിക്കടി. നമ്മളിപ്പോ എന്ത് ചെയ്യണം? ഇവൾക്ക് നമുക്കൊരു ശിക്ഷ കൊടുക്കണ്ടേ? കൊടുക്കണ്ടേ മുത്തശ്ശ? തീർച്ചയായും കൊടുക്കും. എന്ത് ശിക്ഷ കൊടുക്കാം? തല മുട്ടയടിച്ച് കാശിക്ക് അയക്കണം. എന്തോ തല മുട്ടയടിച്ച് കാശിക്ക് അയക്കണം. തല മൊട്ടയടിച്ച് കാശിക്ക് കൂടെ ഒരാളില്ലേ? അങ്ങോട്ട് അയച്ചാ മതി. ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണ. എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ കയറി പൊടിയാത്തേക്ക്. കുട്ടിക്ക് എന്നോടൊന്നും തോന്നരുത്. ഞാൻ ഇങ്ങനെയായിപ്പോയി. മഹേട്ടൻ പറയണത് ശരിയാ. പോത്താ ഞാൻ. അടിച്ചപ്പോ നൊന്തോ? സാരല്ലേ ചേച്ചി, എന്റെ ഭാഗത്തുണ്ടല്ലോ തെറ്റ്. നീ ഒന്നും മനസ്സിൽ വെക്കരുത് കേട്ടോ. നല്ല കുട്ടിയായില്ല. നല്ല കുട്ടി. എന്തൊരു സ്നേഹം. ചക്കരയും പീരയും പോലെ അല്ലേ മോനെ? അല്ല മഹേട്ടാ, ദമയന്തിയും ചമ്മന്തിയും പോലെയുണ്ട്. ഇതിലിപ്പോ കളിയാക്കാനൊന്നുമില്ല. ഞങ്ങൾ പെണ്ണുങ്ങൾ എങ്ങനെയൊക്കെയാ ഇല്ലേ വേണി? ആ പിന്നല്ലാതെ. പാടത്ത് പണിക്കാരൊക്കെ ഉള്ളതാ. നീ അവിടെ തന്നെ കാണണം. നാളെ തന്നെ മടങ്ങും ഇല്ലേ? നേരെ ചെല്ലുക, കിച്ചാമണിയെ കാണുക, തൂക്കിയെടുത്ത് വണ്ടിയിലേക്ക് ഇടുക, മടങ്ങുക. അല്ല, ഈ അടയാളത്തിന് മോതിരം എന്തെങ്കിലും ഉണ്ടോ? പണ്ട് സീതയ്ക്ക് പറ്റി പോലെ ആവരുതേ. ഇനി ഡോക്യുമെന്റ്സ്. സീതയ്ക്ക് എന്താ പറ്റിയത്? ഇതാണ് ഞാൻ പറഞ്ഞ ഇടയ്ക്കൊക്കെ മഹാഭാരതം വായിക്കുന്നത്. മഹാഭാരതം ഞാൻ വായിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞത് ബൈബിളിലുള്ളതാ. സീത എപ്പോഴേ ഈ ബൈബിളിലേക്ക് പോയേ? വേഗം വന്നോളൂട്ടോ. ഇവിടെ ഒരാളുടെ ക്ഷമ നശിച്ചിരിക്കണു. ഇത്തിരി നല്ലെണ്ണ എടുത്ത് കൊടുക്ക്. കണ്ണിലൊഴിച്ച് കാത്തിരിക്കട്ടെ. സ്വാമി, ഒരു മലബാർ മിൽസിൽ ജോലിയുള്ള കൃഷ്ണ തെരീമ. കൃഷ്ണനാ? അത് കിച്ചാമണി എന്നും പറയും. എന്താ കിച്ചാമണി? അവരിവിടെ എവിടെയോ താൻ. എന്താ എന്നാ ഡിഷ് ആന്റിന 36 ചാനൽ. നീ എന്താടാ ഇവിടെ? ഡിഷാണ്ടിനാവാ? എന്ത് ഡിഷാണ്ടിനാ? ഡിഷ് ഡിഷ് ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? யார் நீங்க? என்ன வேணும்? எனக்கு ஒண்ணும் புரியலையே. പൂരിച്ച് തരാടാ. നീ എന്തിനാണ് എന്റെ വീട്ടിൽ വന്നത്? அது வந்து മലയാളത്തിൽ പറ. ஐயோ പറയാമേ. കൈവിട് കൈവിട്. കിച്ചാമണി, കിച്ചാമണി, കഥ നോക്ക്. ഞാനാ രാജു. ആരാ? വേണി താമസിക്കുന്ന വീട്ടിൽ നിന്ന് നിന്നെ അന്വേഷിച്ച് വന്നിരിക്കാം. എന്താ? നീ ഒന്ന് പുറത്തേക്ക് വാ. അല്ല, കുഴപ്പമില്ല, വാ. കൃഷ്ണൻ, കിച്ചാമണി അല്ലേ? ഞാൻ മഹേന്ദ്രൻ. വേണി ഇപ്പൊ എന്റെ വീട്ടിലാ ഉള്ളത്. അറിയാം. അന്ന് ഞാൻ പറഞ്ഞിട്ടാ രാജു നിങ്ങളുടെ വീട്ടിൽ വന്നത്, വേണിയുടെ വിവരങ്ങൾ അറിയാൻ. നിങ്ങൾ സംസാരിക്ക, ഞാൻ പുറത്തുണ്ടാവും. അയാൾ എന്തിനാ കള്ളം പറഞ്ഞെന്ന് എന്റെ വീട്ടിൽ വന്നത്? നിങ്ങൾക്ക് നേരിട്ട് വരാറേ. അങ്ങോട്ടിരിക്കാം. എന്താ എന്താ തനിക്ക്? വേണി എന്നെ പറ്റിയെല്ലാം പറഞ്ഞാണല്ലോ. എനിക്ക് വരായിരുന്നു. വരണോന്ന് വല്ലാത്ത മോഹമുണ്ട്. ഞാൻ എന്താ വിളിക്കേണ്ടത്? മഹി, അല്ലെങ്കിൽ വേണി വിളിക്കണ പോലെ മഹിയേട്ടൻ. നന്ദി നന്ദി പറഞ്ഞാ തീരില്ല. നിങ്ങളുടെ വീട്ടില് അവൾ എങ്ങനെ കഴിയണേന്ന് രാജു എന്ന് പറഞ്ഞപ്പോ
ദൈവമുണ്ടെന്ന് എനിക്ക് ബോധ്യായി. ദൈവങ്ങളെ ശപിച്ചു നിർത്തും കഴിയായിരുന്നു ഞാൻ. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആ വീടും നിങ്ങളും നിങ്ങളുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഇപ്പൊ എനിക്ക് ദൈവങ്ങളെക്കാൾ വലുതാ. ഒരുപാട് നന്ദിയുണ്ട് മഹിയേട്ട. അവളെങ്കിലും സന്തോഷത്തോടെ ജീവിക്കണ്ടല്ലോ. എനിക്കത് മതി. എനിക്കത് മാത്രം മതി. എന്താ ഇത് കിച്ചാമണി? എന്താ എനിക്ക് സംഭവിച്ചെന്ന് എനിക്ക് എന്നെ അറിഞ്ഞൂടാ. വേണിക്കറിയാവുന്ന, വേണി മഹിയേട്ടനോട് പറഞ്ഞു തന്നിട്ടുള്ള കിച്ചാമണിയല്ല ഞാനിപ്പോ. വിധി അല്ലെങ്കിൽ മുൻജന്മത്തിൽ ചെയ്തിട്ടുള്ള പാപം. ശപിക്കപ്പെട്ടൊരു ജന്മമാണ് മഹിയേട്ട എനിക്ക് കിട്ടിയത്. പ്രാരാബ്ദങ്ങളുടെ നടുവില ജനിച്ചതും വളർന്നതും. അമ്മയെ കണ്ട ഓർമ്മയില്ല. ക്യാൻസർ വന്ന് അച്ഛൻ മരിക്കുമ്പോ കുട്ടിയായിരുന്നു. അമ്മയുടെ സ്ഥാനത്തുണ്ടായിരുന്ന മൂത്ത ചേച്ചിയും അളിയനും ഞാനൊരു ഭാരമാണെന്ന് പറയണ കേട്ടപ്പോ ഇറങ്ങി നടന്നു. അന്ന് വിളിച്ചുകൊണ്ടുപോയി അഭയം തന്നതും സ്നേഹം തന്നതും പിന്നെ വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം വേണിയുടെ അപ്പൂപ്പന. തീർത്താ തീരാത്ത കടപ്പാടുണ്ട് ആ മനുഷ്യനോട്. വേണി ഞാനും ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞപ്പോ ഞങ്ങളെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ചു. നന്മ വരാൻ പ്രാർത്ഥിച്ചു. തഞ്ചാവൂരിലെ അമ്പലത്തിൽ കിടന്ന അപ്പൂപ്പൻ മരിച്ചത് പിറ്റേ ദിവസത്തെ പത്രത്തിൽ കണ്ടപ്പോഴറിഞ്ഞത്. വേണിയുടെ ഗതി എന്താവും ഓർത്ത് പേടിച്ച് ഓടിച്ചെന്നതാ തഞ്ചാവൂരില്. ക്ഷേത്രത്തിൽ വെച്ച് സത്ര മാനേജറെ കണ്ടു. അയാൾ വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പൂപ്പൻ മരിക്കാനിടയായ സാഹചര്യവും നിങ്ങൾ വേണിയെ കൂട്ടിക്കൊണ്ടുപോയതൊക്കെ. உங்களை நான் நம்புறேன். அதனால தான் எல்லாத்தையும் சொல்லிட்டேன். கொஞ்சம் முன்னாடி சுப்பிரமணியம் வந்து அந்த பொண்ணை பத்தி கேட்டேன். நான் ஒன்றும் சொல்லல. ரொம்ப நேரம் சத்தம் போட்டான். எனக்கு தெரியாதுன்னு சொல்லி அனுப்பிட்டேன். അവൾ എവിടേക്കാ പോയത്? അറിയില്ല. നിനക്കറിയാം. നിന്നോട് പറഞ്ഞു കാണും അയാള്. ഇല്ല, എനിക്കറിയില്ല. അറിയാം, പറയടാ. അവൾ എവിടേക്കാ പോയത്? എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ? നീ പറയില്ല. ഞാൻ പറയില്ല. അവളെവിടെ? ഞാൻ പറയില്ല. പറയാൻ പറയില്ല എന്ന് പറഞ്ഞില്ലേ? ഇല്ല, എന്നെ കൊന്നേക്കാൻ പറയണ.